നമ്മുടെ അന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഐഫോണിനും അതിൽ സാംസങ്ങിന്റെ ഒക്കെ ലേറ്റസ്റ്റ് പ്രൈസ് അപ്ഡേറ്റ് ആണ്. നമുക്ക് ഇവിടെ ടാബ് അവൈലബിൾ ആണ്. ടാബ് ഞാൻ എല്ലാം അവൈലബിൾ ആണ്. നാട്ടിലത്തെ പ്രൈസ് ഒക്കെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. നല്ല കിഡിലും പ്രൈസിനാണ് നിങ്ങൾക്ക് ഫോൺ തരാൻ പോകുന്നത്. നിങ്ങൾക്ക് യൂസ്ഡ് വേണമെങ്കിൽ ഇവിടെ എടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾ കയ്യിൽ യൂസ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്വൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഇത് വേരിയന്റ് ആണെങ്കിൽ ജസ്റ്റ് വാട്സ്ആപ്പ് കോൺടാക്ട് ചെയ്തായി എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സ്ആപ്പ്. ഓക്കെ, നാട്ടിൽ പോകുന്ന മുന്നുള്ള വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് TDR ഷോക്കിൽ നമുക്ക് S25 അൾട്രാ അതിന്റെ സ്റ്റോക്ക് ഉണ്ട്. 9 Pro XL 512 ഉണ്ട്, 256 ഉണ്ട്, പിന്നെ 9 Pro ആണെങ്കിൽ 512 ഉണ്ട്, എല്ലാം ഉണ്ട്. ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഐഫോണിന്റെ ലേറ്റസ്റ്റ് പ്രൈസ് അപ്ഡേറ്റ് ആണ്. അതുപോലെ തന്നെ സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് പ്രൈസ് അപ്ഡേറ്റ് ആണ്. വീഡിയോ കിടക്കുന്ന മുന്നായിട്ട് നമ്മൾ ഏകദേശം 1 month ആയിപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടിട്ട്, അതായത് നമ്മുടെ നാട്ടിൽ പോയതുകൊണ്ടാണ് ആ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ബ്രോ, എന്തൊക്കെ വിശേഷങ്ങൾ? നമ്മുടെ പർദുബായുള്ള അൽഫാദി സീറ്റിൽ ഐഗാർസിന്റെ പ്രൈസ് ആണ് നമ്മൾ ഇന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ടാബി തമാര അവൈലബിൾ ഉണ്ട്. ടാബി തമാര എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ ജസ്റ്റ് 1 month ഗ്യാപ്പ് എടുത്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഹൈ ബ്രോ, അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ടോട്ടൽ എമൗണ്ട് ഇപ്പോൾ എന്ത് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഐഫോൺ ആയിക്കോട്ടെ, സാംസങ് ആയിക്കോട്ടെ, എന്ത് ഇവിടുന്ന് 100 dirhamsന് മുകളിൽ എന്ത് നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിന് വേണ്ടത് എമിറേറ്റ്സ് സൈഡ് നിർബന്ധമാണ്. അതായത് UAE റെസിഡൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ടാബി വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ അതിന് ചിലപ്പോൾ കുറേ ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലർക്ക് കൂടുതലുണ്ടാവും, ചിലർക്ക് കുറവുണ്ടാവും. അതൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പറഞ്ഞുതരും. ആദ്യം തന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് റെഡി ക്യാഷ് കൊടുത്തിട്ട് ഫോൺ എടുക്കാൻ പറ്റാത്ത കുറെ ആളുകളുണ്ടാവും. കാരണം നമ്മൾ പറയുന്ന നമ്മൾ പറയുന്ന ഫോണൊക്കെ അത്യാവശ്യം പ്രീമിയം ഫോണുകളാണ്. അപ്പോൾ നമ്മുടെ ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, പ്രൈസ് വളരെ കുറവാണ് ഇതിനൊക്കെ. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പ്രൈസൊക്കെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. നല്ല കിഡിലും പ്രൈസിനാണ് നിങ്ങൾക്ക് ഫോൺ തരാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് യൂസ്ഡ് ഫോണിന്റെ സെക്ഷൻ അവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് യൂസ്ഡ് വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾ കയ്യിൽ യൂസ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്വൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. നിങ്ങളുടെ അടുത്ത് ഏത് ഫോൺ ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ബ്രോ, നമുക്ക് ഒരുപാട് വെച്ച് കിട്ടാതെ നമുക്ക് നേരെ കാര്യത്തിലോട്ട് കിടക്കാം. നമുക്ക് ഫസ്റ്റ് ചെയ്യുന്ന തുടങ്ങണ്ടേ? 16 തന്നെ തുടങ്ങാം അല്ലേ? 2575 നമുക്ക് 16 128 GB നല്ല ബെസ്റ്റ് പ്രൈസ് തന്നെയാണ്. അതേപോലെ തന്നെ അതിൽ 256 ഉണ്ട്. അപ്പോൾ 2950. പിന്നെ 16 നമ്മൾ 512 GB പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് അത് എടുക്കുന്ന പ്രൈസ് കൊണ്ട് നിങ്ങൾക്ക് 16 Pro എടുക്കാൻ പറ്റും. അതാണ് അതിന് ചെറിയൊരു വേരിയേഷൻ ഒക്കെ വരുള്ളൂ. അപ്പൊ ഇനി നമുക്ക് 16 Proയിലോട്ട് വന്നാലോ? അതേപോലെ തന്നെ നമുക്ക് 16 Plus ഇപ്പൊ എന്താ അവസ്ഥ? 16 Plus ഉണ്ടല്ലോ, 128 കൊടുക്കാം, 2975 അല്ലേ? ഓക്കെ, അതിന്റെ 256 കൊടുക്കാം, 3350. എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. ഇത് 16 അല്ലേ? 16. ഓക്കെ, ഇത് 16 ആണ്. 16 Plus കേട്ടോ. ഓക്കെ, 16 നമുക്ക് ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിടിലൻ ഡിസൈൻ തന്നെയാണ്. ബാറ്ററി ലൈഫ് അതായത് പ്ലസ് സീരീസ് ആകുമ്പോൾ ബാറ്ററി ലൈഫ് അത്യാവശ്യം നല്ലോണം കിട്ടും. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് പ്രോ സീരീസ് 16 Pro 128 കൊടുക്കാം, 3500. 16 Pro 128 കേട്ടോ. കണ്ടില്ലേ? പിന്നെ നമ്മളിപ്പോ പറയുന്ന പ്രൈസ് TRA ആണോ ജപ്പാനാണോ എങ്ങനെയാണ്? TRA കംപ്ലീറ്റ്. പിന്നെ 16 Plusല് അത് ഓരോ സ്പെക്ക് വരുന്നുണ്ട്. ഇപ്പൊ 16 Plusല് TRA സ്പെക്ക് ആണെങ്കിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും പ്രൈസ്. ഓക്കെ, ബാക്കി മറ്റേ പ്രോ സീരീസ് മൊത്തം TRA അല്ലേ? TRA നിങ്ങൾ എല്ലാവർക്കും ഇപ്പൊ TRA, അതായത് TRA പ്രൈസ് ഇപ്പൊ കുറവായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ നല്ലോണം അവൈലബിൾ ഉണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് TRA പ്രൈസ് കുറഞ്ഞത്. നേരെ മറിച്ച് ഇനിയിപ്പോ 17 വന്നു കഴിഞ്ഞാൽ TRA പ്രൈസ് കൂടാനാണ് ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ അത് സാധനം നമുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത്. അത് മാർക്കറ്റിൽ അവൈലബിൾ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് TRA പ്രൈസ് ഡിം ആവും ചെയ്യും. ഓക്കെ, കുറെ പേര് അതായത് ലോഞ്ച് ആവുന്ന ടൈമിൽ ചോദിക്കാറുണ്ട് TRAക്ക് എന്താ പ്രൈസ് കൂടുതലുള്ളത്. അപ്പൊ അതാണ് സംഭവം. ലോഞ്ച് ആവുന്ന ടൈമിലേക്ക് തോന്നുന്നത് ജപ്പാൻ അല്ലെങ്കിൽ ഹോങ്കോങ് നല്ല പ്രൈസ് കുറവിൽ കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏത് വേരിയന്റ് വേണമെങ്കിലും എടുക്കാം. നമുക്ക് നാട്ടിലുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഒക്കെ സെയിം തന്നെയാണ്. ഏത് വേരിയന്റ് വേണമെങ്കിലും ജസ്റ്റ് വാട്സ്ആപ്പ് കോൺടാക്ട് ചെയ്തായി എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സ്ആപ്പ്. ഓക്കെ, അപ്പൊ നമ്മള് പ്രോന്റെ 128 പ്രൈസ് പറഞ്ഞു. പ്രോ 128 3500. ഓക്കെ, ഇതിൽ നമുക്ക് 256. അതിന്റെ 256 ആണെങ്കിൽ 3850. ഇതിൽ 512. ഇതിന്റെ 512 ആണെങ്കിൽ 4680 കൊടുക്കാം. 4680. ഓക്കെ, 1 TB ആണെന്നുണ്ടെങ്കിൽ 1 TB ജസ്റ്റ് വാട്സ്ആപ്പിൽ
പിന്നെ ഞാൻ ആദ്യം തന്നെ പറയാൻ ഭയപ്പെടുന്ന അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉണ്ടല്ലേ കുറച്ച് നോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അതേപോലെ അടുത്ത് നമുക്ക് 16 Pro Max. 16 Pro Max ആണെങ്കിൽ 256 4180. 4180 പ്രൈസ് കുറച്ച് കൂടിയിട്ടുണ്ട് മാർക്കറ്റിൽ. ഓക്കെ, സാധനം ഇങ്ങനെ ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രൈസ് ഇങ്ങനെ മാർക്കറ്റ് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും. ഡെയിലി അപ്ഡേറ്റ് പ്രൈസ് അപ്ഡേറ്റ് ആണ്. ഓക്കെ, അതേപോലെ നമുക്ക് 512 ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ 512 ആണെങ്കിൽ 4900 കൊടുക്കാം. 4900. ഓക്കെ, അതിന്റെ പ്രൈസ് കുറച്ച് കുറച്ചുണ്ട്. ഓക്കെ, ഇനി 1 TB ആണെന്നുണ്ടെങ്കിൽ അതിന്റെ 1 TB ആണെങ്കിൽ ജസ്റ്റ് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സാംസങ് സീരീസിന്റെ ആവുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ആകാംക്ഷ ഉണ്ടാവും. നമ്മുടെ S25 Ultraന്റെ പ്രൈസ് ആവും. S25 Ultra ആണെങ്കിൽ 3050 കൊടുക്കാം. 3050 പ്രൈസ് ഒരുപാട് ഡ്രോപ്പ് ആയി കുറഞ്ഞല്ലോ. ഓഫ്ഷോർ സ്റ്റോക്ക് ആണ്. 3050. സാംസങ് കുറച്ച് മുമ്പ് എടുത്തിട്ട് പെട്ടിട്ടുണ്ടാവല്ലോ. ഇത്രയും പ്രൈസിൽ നല്ല മാറ്റം. നമ്മള് നാട്ടിൽ പോകുന്ന മുന്നുള്ള വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് TDRS സ്റ്റോക്കിൽ നമുക്ക് S25 Ultra അതിന്റെ 512 ആണെങ്കിൽ 3875 കൊടുക്കാം. 3875. ഓക്കെ, അതും ബെസ്റ്റ് പ്രൈസ് തന്നെയാണ്. മാർക്കറ്റില് 1 TB പ്രൈസ് നമ്മൾ പറഞ്ഞേ അല്ല 512 256 ഉം 512. 1 TB എങ്ങനെ അവസ്ഥ? അതിന്റെ 1 TB ജസ്റ്റ് വാട്സാപ്പിൽ അതേപോലെ നമുക്ക് S25 S25 പ്ലസും S25 256 വില കൊടുക്കാം. 2475 കൊടുക്കാം. 2475. ഓക്കെ, അതിന്റെ പിന്നെ 25 പ്ലസ് ഇല്ലേ, അതിന്റെ 256 GB കൊടുക്കാം. 2825 കൊടുക്കാം. 2825. ഇനി നമുക്ക് S24 ഉം S23. S24 ഇപ്പൊ നമുക്ക് നിലവിലുണ്ട് സ്റ്റോക്ക്. S24 Ultra കൊടുക്കാം. S24 Ultra കൊടുക്കാം. 2625 കൊടുക്കാം. 2625 മാർക്കറ്റിൽ ബെസ്റ്റ് പ്രൈസ്. പിന്നെ ഇനി നമുക്ക് S23 Ultra ആണെന്നുണ്ടെങ്കിൽ അതിന്റെ 23 Ultra ആണെങ്കിൽ പ്രൈസ് കുറച്ച് കൂടുതലാണ്. മാർക്കറ്റിൽ ഷോർട്ടായി കാരണം അതിന്റെ പ്രൈസ് കൂടുതൽ. അതിന്റെ വില ഇപ്പോൾ ജസ്റ്റ് എൻക്വയറി ചെയ്താൽ വാട്സാപ്പിൽ നമ്മൾ തരാം. ഓക്കെ, ഇനി നമുക്ക് അതേപോലെ തന്നെ ഏതെങ്കിലും പറയാനുണ്ടോ ബ്രോ? പിന്നെ 24FE കൊടുക്കാം. 24FE 256 GB TRS സ്റ്റോക്ക് 1550 കൊടുക്കാം. 1550. ഓക്കെ, അടുത്ത പിന്നെ നമുക്ക് ഹോണർ, പിന്നെ റെഡ്മി, മോട്ടറോള എല്ലാ മോഡലും ഉണ്ട്. നമുക്ക് നാട്ടിൽ പോയി വന്നപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്റ്റോക്ക്, അതായത് ആൻഡ്രോയിഡിൽ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ എന്തൊക്കെ വിശേഷം, അതേപോലെ നമുക്ക് റെഡ്മി ആയി കഴിഞ്ഞാലും ഹോണർ ആയി കഴിഞ്ഞാലും നമുക്ക് അതേപോലെ തന്നെ ഓപ്പോ ഒക്കെ വന്നിട്ടുണ്ടല്ലേ. ഓപ്പോ ഉണ്ട്, മോട്ടറോള ഉണ്ട്. ഓപ്പോ F29 Pro ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ ആയിട്ടുള്ള F29 ജസ്റ്റ് വാട്സാപ്പിൽ ചെയ്താൽ ഏത് മോഡലാണ് വേണ്ടത്. ഈ മോഡലൊക്കെ ഉണ്ടല്ലോ നമ്മൾ ആൻഡ്രോയിഡിന്റെ സീരീസ് ഒക്കെ നിങ്ങൾ നാട്ടിലത്തെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നാട്ടിലും അതായത് ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് ഈ മോഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രൈസ് വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് പ്രൈസ് വാങ്ങുക. മോട്ടറോളയില് ഇപ്പൊ ലേറ്റസ്റ്റ് മോഡലാണ്. നമുക്ക് കൊടുക്കാം 1250 കൊടുക്കാം. 1250 ബെസ്റ്റ് പ്രൈസ്. ഏതാ മോഡൽ ഏതാ? ഇത് മോട്ടറോള 16 ഫ്യൂഷൻ. എഡ്ജ് അല്ലേ? എഡ്ജ് 16 ഫ്യൂഷൻ. ഒരു കാലത്തൊക്കെ നമ്മളെ നാട്ടിൽ ഭരിച്ചിരുന്ന ഫോണായിരുന്നു മോട്ടറോള. മനക്കിടിലും ഫോണെന്നാണ് എപ്പോഴും. ഇതിന്റെ ഒപ്പം വരുന്നത് ഹെഡ്സെറ്റ് വരുന്നുണ്ട്. പിന്നെ ചാർജർ ഓപ്ഷൻ ഇതിന്റെ ഒപ്പം തന്നെ ചാർജർ എല്ലാം വരുന്നുണ്ട്. ഫുൾ കിറ്റ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഹോണർ 400 5G. ഇതിന്റെ 512 ഉണ്ട്, 256 ഉണ്ട്. നല്ല ഫോണാട്ടോ ഹോണർ. ഇപ്പൊ നല്ല കത്തി കയറുണ്ടല്ലേ ഹോണർ. പണ്ട് ദുബായിൽ നല്ല കളിച്ചിരുന്ന ഫോണായിരുന്നു ഹോണർ. ഇതിന്റെ വില ഇഷ്യൂ കാരണം കണ്ട് പിന്നെ ഡൗൺ ആയത്. പിന്നെ ഇതിന്റെ വില നമുക്ക് കൊടുക്കാം 1299 കൊടുക്കാം. 1299 അല്ലേ? 256 GB. ഇതാ ഫുൾ കിറ്റ് ആണ്. ഫുൾ കിറ്റ്, കവറ്, ഹെഡ്സെറ്റ് എല്ലാം കാര്യമാണ്. ഓക്കെ, അടുത്ത നമുക്ക് പിന്നെ ഓണറിൽ ഇതാ X9C ഇതെല്ലാം അങ്ങനത്തെ കുറെ മോഡലുണ്ട്. ബേസിക് മോഡൽസ്. ഇനി നമുക്ക് ഒരു ഫോൺ കൂടി നമ്മൾ കാണിക്കാണ്ട്. എല്ലാരും നമ്മളെ വീട്ടിൽ ചോദിക്കാറുണ്ട് അതെവിടെയാന്നുള്ളത്. അവൻ വന്നു അല്ലേ? ഇടവേളകൾക്ക് ശേഷം ഇന്ദുചൂടൻ വന്നു ഗൈസ്. എല്ലാ സ്റ്റോക്കും ഉണ്ട്. 9 Pro XL 512 ഉണ്ട്, 256 ഉണ്ട്. പിന്നെ 9 Pro ആണെങ്കിൽ 512 ഉണ്ട്. എല്ലാം ഉണ്ട്. എല്ലാം അവൈലബിൾ ആണ്. ഇതിന്റെയൊക്കെ പ്രൈസ് പറഞ്ഞോ?
പിക്സൽ 128 കൊടുക്കാം നമുക്ക്. പിക്സൽ 9 128 GB കൊടുക്കാം. 2100 കൊടുക്കാം ലാസ്റ്റ്. 2100 ബെസ്റ്റ് പ്രൈസ്. ബെസ്റ്റ് പ്രൈസ് എന്നാണ്. പിന്നെ അതിന്റെ 256 GB ആണെങ്കിൽ നമുക്ക് കൊടുക്കാം 2500 കൊടുക്കാം. 2500. അടുത്ത നമുക്ക് അതിന്റെ പിക്സൽ 9 Pro കൊടുക്കാം 256. പിക്സൽ 9 Pro 256 കൊടുക്കാം. 3100 കൊടുക്കാം. 3100. അടുത്ത അതിന്റെ 512 ആണെങ്കിൽ ജസ്റ്റ് എൻക്വയറി ചെയ്താല് എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ. അതിന്റെ പിന്നെ പിക്സൽ 9 Pro XL ആണെങ്കിൽ നമുക്ക് കൊടുക്കാം 3250 കൊടുക്കാം. 3250. എല്ലാ കളേഴ്സും അവൈലബിൾ. ഓക്കെ. പിക്സലിന്റെ ഞാൻ അതിൽ പറയാനുണ്ടോ നമ്മള്? പിന്നെ പറയാനുള്ളത് 9 മോഡൽ വന്നിട്ടുണ്ട് പുതിയ 9. അതിന്റെ 128 ആണെങ്കിൽ 1875 കൊടുക്കാം. ഓക്കെ. അതിന്റെ 256 ആണെങ്കിൽ 2450 കൊടുക്കാം. പിന്നെ കൊടുക്കാനുള്ള 512 GB ആണ്. അതിന്റെ പിക്സൽ 9 Pro XL ആണെങ്കിലും 9 Pro ആണെങ്കിലും എല്ലാ മോഡൽ അവൈലബിൾ ആണ്. ജസ്റ്റ് വാട്സാപ്പിൽ എൻക്വയറി ചെയ്താൽ നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും കളേഴ്സ് ചെയ്താൽ വേണ്ടത് വെച്ചാൽ അതിന്റെ കറക്റ്റ് പ്രൈസ്. പിക്സൽ പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ പറയണം കേട്ടോ. അതായത് ദുബായിൽ വാറന്റി കിട്ടാത്ത മുതലാണ് സംഭവം. എന്നിട്ട് പോലും ഒടുക്കത്തെ എൻക്വയറിയും ഒടുക്കത്തെ സെല്ലിംഗ് ഉള്ളൊരു ഫോണാണ് പിക്സൽ. അതായത് ആളുകൾ കമന്റ് ഇട്ടിട്ട് ചോദിക്കുക, അതേപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നമ്മളോട് ചോദിക്കും, എൻക്വയറി കാര്യങ്ങൾ അങ്ങനെ ചോദിക്കും, ഇത് പ്രൈസ് കുറവ് ചോദിക്കും. അത്രയും നല്ല ബെസ്റ്റ് ഫോൺ പറഞ്ഞാൽ എല്ലാം കൊണ്ടും ബെസ്റ്റ് ഫോണാണ്. ഒരു ടൈമിൽ നമ്മളെ OnePlus ഇതേപോലെ കളിച്ചിരുന്ന ഒരു ഫോണായിരുന്നു. അപ്പൊ അതേപോലെ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് OnePlusന് ശേഷം. കാരണം OnePlus നമുക്ക് ദുബായിൽ വാറന്റി കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ OnePlus മാർക്കറ്റിൽ തന്നെ കുറെ ഔട്ടായും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോഴും കത്തി നിൽക്കുന്ന സംഭവം. എല്ലാവരും ചോദിക്കുന്ന ഒരു ഫോണാണ്. എല്ലാവരും ചോദിക്കുന്ന ഫോണാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉഷാറാണ് ഫോണ്. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളി. കോൺടാക്ട് ചെയ്തോളി. ക്യാമറ കിടിലൻ ക്യാമറ ആണ്. ഓക്കെ. പിന്നെ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഫോൺ മിസ്സായി പോയിട്ടുണ്ടെന്നോ, അതായത് നിങ്ങൾ പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയിൽ കമന്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ട് ചോദിക്കുക. അപ്പോൾ എന്തായാലും ബ്രോ താങ്ക് യു സോ മച്ച്.